ആ തിരിച്ചെത്തി നല്ല സന്തോഷമുണ്ട്. യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളെ സഹായിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത വിധത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. അതെ, ഞങ്ങളുടെ മോൻ. അതെ 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 ഭക്ഷണമൊക്കെ എംബസി വഴി അർമേനിയയിലൊക്കെ കിട്ടിയിരുന്നു. തന്നെയല്ല, ഇന്ത്യൻ എംബസി വഴി ഞങ്ങളെ നന്ദിയുണ്ട് സാർ, നന്ദിയുണ്ട്, വളരെ ഒരുപാട് നന്ദിയുണ്ട്. അത് എത്ര പറഞ്ഞാലും തീരാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എന്നെപ്പോലുള്ള ഒരുപാട് പേര് മലയാളികളൊക്കെ അവരിപ്പം നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ സാറിൻ്റെയൊക്കെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇപ്പം നാട്ടിൽ വന്നത്. നന്ദി. ഓക്കെ. ഞങ്ങൾ ദുബായ് നിൽക്കുന്ന സമയത്താണ് ഇതുപോലെ യുദ്ധം ഉണ്ടാകുന്നത് തന്നെ. മാക്സിമം യുദ്ധം ഉണ്ടായ സമയത്തെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പേ ഞാൻ ഷിപ്പിൽ സൈൻ ഓഫ് പറഞ്ഞിരുന്നതായിരുന്നു. പക്ഷേ യുദ്ധം ഉണ്ടായ സമയത്ത് ഈ ദുബായിലോട്ടൊക്കെ ഇവർ ഡ്രോൺ വഴിയുള്ള ആക്രമണങ്ങളുള്ള കാരണം ദുബായിയുടെ എയർപോർട്ട് നിർത്തലാക്കുകയും പിന്നെ എമിഗ്രേഷൻ ഞങ്ങളുടെ നിയമാവലികളൊക്കെ നിർത്തിവെക്കുകയും ചെയ്തു. പിന്നെ ഒരു ഓപ്ഷൻ ഇല്ലാതെ വരുന്ന സമയത്താണ് എനിക്ക് പിന്നെയും ഇറാനിലോട്ട് പോകേണ്ടി വന്നത്. പിന്നെ അവിടുത്തെ സാഹചര്യം വളരെ മോശമായിരുന്നു. ഇറാൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. ഷിപ്പിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ആഹാരം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ KC യൂണിവേഴ്സാൽ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എംബസി ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ ഇറാനിൽ നിന്ന് ദുബായിലോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്താണ് യുദ്ധം നടക്കുന്നത്. അത് പക്ഷേ ഞങ്ങൾ അറിയുന്നില്ല. സെയിലിംഗ് ആൻഡ് നെറ്റ്വർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ദുബായ് വന്നതിന് ശേഷമാണ് ഇതുപോലെ പ്രശ്നം ഉണ്ടായെന്നും അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിക്കുന്നതൊക്കെയായിട്ട് അറിയുന്നത് തന്നെ. പിന്നെ ഞാൻ ഓൾറെഡി എൻ്റെ ഷിപ്പിംഗ് കമ്പനിയിൽ ഞാൻ സൈൻ ഓഫ് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ദുബായിലുള്ള എയർപോർട്ടൊക്കെ നിർത്തലാക്കിക്കൊണ്ട് എമിഗ്രേഷൻ നടപടികളൊക്കെ നിർത്തലാക്കിക്കൊണ്ട് എനിക്ക് നാട്ടിൽ പോകാൻ സാധിച്ചില്ല. പിന്നെ ഒരു ഓപ്ഷനും ഇല്ലാതെ വീണ്ടും ഞാൻ ഇറാനിലോട്ട് തിരിച്ചു പോകേണ്ടിയാണ് വന്നത്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലുള്ള ജോലി ചെയ്യുന്ന ഷിപ്പിൽ ജോലി ചെയ്യുന്ന എല്ലാ ക്രൂ ആയാലും. അവിടെ ചെന്നതിന് ശേഷം വളരെ മോശമായിരുന്നു അവസ്ഥയെന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ചെല്ലുന്നത് കാണുന്നത് തന്നെ മിസൈൽ ഇറാൻ എന്ന രാജ്യത്തോട്ട് പല ഏരിയയിൽ നിന്നും മിസൈൽ വീഴുന്നതും അവിടെ ആൾക്കാർ മരിക്കുന്നതൊക്കെയാണ് ഞങ്ങൾ കൺമുമ്പിൽ കണ്ടത് തന്നെ. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഷിപ്പിൽ ആഹാരം, അത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സെയിൽ പോകുകയാണെങ്കിൽ തന്നെ എത്ര ദിവസം കാൽക്കുലേറ്റ് ആക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫുഡ് മാത്രം നമ്മൾ ശേഖരിച്ച് വെക്കാറുള്ളൂ. ഓൾറെഡി ഇപ്പോൾ ഒരു ദുബായ് പോയിട്ട് വന്നിട്ട് ശേഷവും ഞങ്ങൾക്ക് ഫുഡ് തീരുന്നൊരവസ്ഥയുണ്ടായി. പിന്നെ ഓൾറെഡി അവിടുത്തെ ക്രൂ ഒക്കെ ഇറാനികളൊക്കെ ആയതുകൊണ്ട് അവർക്ക് അവരുടെ വീട്ടിൽ പോകാം. പിന്നെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഷിപ്പിനെ മാത്രം ആശ്രയിക്കുക എന്നുള്ള ആവശ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള 12 പേരോളം ആ ഒരു പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം പലവരുടെ ഷിപ്പിൽ കൊണ്ടുവരുന്ന ഫുഡ് ഞങ്ങളെല്ലാം കൂടെ ഷെയർ ചെയ്തിട്ടാണ് എല്ലാ ദിവസവും കഴിച്ചു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു പ്രതീക്ഷയില്ല, നാട്ടിൽ വരാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ല. ഒന്നെങ്കിൽ യുദ്ധം തീരുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഇന്ത്യൻ എംബസി ഒരുപാട് സഹായിച്ചു. പിന്നെ KC വേണുഗോപാൽ സാറ്, പുള്ളിയുടെ ഒരു ഇടപെടലുകൊണ്ട് ഞാനടക്കം കുറേ പേര് അവിടുന്ന് ഇന്ത്യൻ എംബസി മാർഗം ഞങ്ങൾക്ക് നാട്ടിൽ വരാൻ സഹായിച്ചിട്ടുണ്ട്. എല്ലാത്തിനും നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. എല്ലാവരും ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഇല്ല, പോർട്ടിന് അകത്തായിട്ട് അങ്ങനെ പ്രശ്നമുണ്ടെന്നില്ല. എല്ലാം പോർട്ടിന് വെളിയിലാണ്. ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ഫുള്ളും അവിടുത്തെ ആർമി, ഗവൺമെൻറ് ഓഫീസ്, പോലീസ് അങ്ങനെയൊക്കെയുള്ളവരാണ് ടാർഗറ്റ് ചെയ്യുന്നത് ആദ്യത്തെ ഒരു 10-15 ദിവസത്തോളം. പിന്നീട് അത് മാറിയിട്ട് അവിടുത്തെ ജനങ്ങളെ ആക്രമിക്കാനുള്ള അവസ്ഥ വരെ ഉണ്ടായി. ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പം അവിടുത്തെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഇവർ ഇൻ്റർനെറ്റ് നിർത്തലാക്കും. കാരണം എന്ന് വെച്ചാൽ അവിടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറത്തറിയാതിരിക്കാനായിട്ട്. അതുകൊണ്ട് ഒരുപാട് പേര് അവിടെ മരിച്ചിട്ടുണ്ട്. അതൊന്നും ആരും നമ്മുടെ നാട്ടിൽ അറിയുന്ന വാർത്തകളൊന്നും അല്ല അവിടെ നടക്കുന്നത്. അതിന് കൂടുതൽ ആൾക്കാർ മരിക്കുകയും ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഷിപ്പിലേക്ക് ആക്രമണമില്ല, ഞങ്ങളുടെ കൂടത്തിൽ ഉണ്ടായിരുന്ന ഷിപ്പുകളെ മിസൈൽ ആക്രമിച്ച് ഷിപ്പ് കടലിൽ മുങ്ങി താഴുന്ന ഒരവസ്ഥ ഉണ്ടായി.